സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. 52 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കടലിൽ പോകാനുള്ള മുന്നൊരുക്കത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. ട്രോളിംഗ് നിരോധനം കഴിയുന്നതോടെ മത്സ്യമേഖല ഉണരുമെന്ന പ്രതീക്ഷയിലാണ് ബോട്ടുടമകളും തൊഴിലാളികളും. ജൂൺ 10 അർദ്ധരാത്രി ആരംഭിച്ച മൺസൂൺ കാല ട്രോളിംഗ് നിരോധനമാണ് ഇന്ന് അർദ്ധരാത്രി അവസാനിക്കുന്നത്. തൊഴിലാളികളും ബോട്ടുടമകളും വലയും ബോട്ടും ഒരുക്കുന്നതിന്റെ അവസാന വട്ടത്തിരക്കിലാണ്. കരയ്ക്കു കയറ്റിയ ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികളും പെയിന്റിംഗും ഒക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇതര സംസ്ഥാന തൊഴിലാളികളാണിപ്പോൾ മത്സ്യമേഖലയിൽ പണിയെടുക്കുന്നവരിൽ ഭൂരിപക്ഷവും. നിരോധന കാലത്ത് അവരവരുടെ നാടുകളിലേക്ക് മടങ്ങിയ ഇവർ തിരിച്ചെത്തി തുടങ്ങി. ഇത്തവണ മഴ കൂടുതൽ ലഭിച്ചതിനെ തുടർന്ന് കടൽ തണുത്തുകിടക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കടൽക്ഷോഭം അല്പമൊന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ജാഗ്രത പാലിച്ചു വേണം മത്സ്യബന്ധനത്തിനു കടലിലിറങ്ങേണ്ടതെന്ന് ഫിഷറീസ് വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കടലിൽ പോയ പരമ്പരാഗത വള്ളങ്ങൾക്ക് മത്തിയും ചെമ്മീനും ലഭിച്ചിരുന്നു. കിളിമീൻ, പൂവാലൻ, ചെമ്മീൻ എന്നിവ ധാരാളം ലഭിക്കാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞുള്ള ദിവസങ്ങൾ. കേരള തീരത്ത് കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച വാർത്തകൾ മത്സ്യബന്ധന മേഖലയ്ക്ക് ഏറെ തിരിച്ചടികൾ ഉണ്ടാക്കിയിരുന്നു. കപ്പലിൽ നിന്നും വിഷാംശമുള്ള മാലിന്യങ്ങൾ കടലിൽ കലർന്നിട്ടുണ്ടെന്നും മത്സ്യം കഴിക്കുന്നത് അപകടമാണെന്നുമുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും പഠനങ്ങൾക്ക് ശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. പക്ഷേ ട്രോളിംഗ് നിരോധന കാലത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കപ്പൽ അപകടങ്ങളെ തുടർന്ന് കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ വലിയ തോതിലുള്ള നഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. വലകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതും തിരിച്ചടിയായി. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞുള്ള വലിയ ബോട്ടുകൾ കടലിലേക്ക് ഇറങ്ങുമ്പോൾ അവരിലും ഈ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എങ്കിലും കടലമ്മ കനിയുമെന്ന പ്രതീക്ഷയിൽ അവരും കടലിലേക്ക് ഇറങ്ങും. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.